ഇതുപോലെ ഹൃദയം കൊണ്ട് സംസാരിക്കുവാൻ കേക്കച്ചനാകുമോ? ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്നത് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് പോലും അവരുടെ വീടുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡില്ല. അപ്പോൾ റോഡിൻ്റെ അപേക്ഷ തന്നെ ഭിന്നശേഷി ആളുകളുടെ വഴി വീടുകളിലേക്കുള്ള വഴി നേരാക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന അപേക്ഷ തന്നെ 100 കണക്കിനാണ്. അതിപ്പോൾ MP ഫണ്ട് ഒറ്റയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ വർഷവും പ്രയോറിറ്റി കൊടുത്ത് കുറച്ചാണെങ്കിലും പറ്റാവുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹം. ഷാഫിയെയും രാഹുലിനെയും ഒക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ സ്നേഹിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? യാതൊരു കൃത്രിമത്വവും തലക്കനവും ഇല്ലാതെ ചിരിക്കുകയും ജനകീയ ഭാഷയിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുകയും അവരോട് അടുത്തിടപഴകുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഇവരെ പോലെയാകുവാൻ ഈ ജന്മം സാധിക്കാത്തത് കൊണ്ടാണ് നെട്ടൂർ സതീശൻ അസൂയമൂത്ത് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഷാഫിയോ രാഹുലോ ഉള്ള വേദിയുടെ പരിസരത്ത് പോലും കേക്കച്ചൻ പോകാത്തതിൻ്റെ കാരണം അവർ സംസാരിക്കുമ്പോൾ ഇയാൾ ഒന്നുമല്ലാതെ പൊട്ടിക്കേറിപ്പോകും എന്ന ഭയം കൊണ്ടാണ്. മിടുക്കന്മാരെയെല്ലാം ഒതുക്കി നെട്ടൂർ സതീശൻ എന്ന കേക്കച്ചൻ ഓടി നടക്കുകയാണ്. പാർട്ടിയിൽ ഇന്ന് 2 വാക്ക് പറയുവാൻ അറിയാവുന്നവരെയെല്ലാം ഒതുക്കി ഇപ്പോൾ ആരുമില്ല. അരവനക്കൊണ്ടന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായവുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാൽ കേക്കച്ചനെ പിടിച്ച് മുക്കിയ മന്ത്രിയാക്കുമെന്നാണ് കേക്കച്ചൻ്റെ വിചാരം. MP ഫണ്ടിൽ നിന്നും ഇന്ന് ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്രവാഹനങ്ങൾ നൽകുന്ന പരിപാടിക്ക് ശേഷം ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഷാഫി പറമ്പിൽ MP-യുടെ മറുപടി കാണുക. ഇതൊരു ആനുകൂല്യ വിതരണമല്ല, അവരുടെ അവകാശം അവരെ ഏൽപ്പിക്കലാണ്. കാരണം MP ഫണ്ടാണ്, ജനങ്ങളുടെ പൈസയാണ്. അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കേണ്ട പൈസയാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കപ്പെടേണ്ട പൈസയാണ്. തീർച്ചയായിട്ടും അപ്പോൾ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ തുടക്കം കൂടിയാണ്. പിന്നെ അതിന് പേർക്ക് ഇത് വിതരണം ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം കൂടെ ഏതാണ്ട് 22 ആളുകൾക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ 100ഓളം ആളുകളുടെ പിന്നെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പെൻഡിങ്ങിലായിരുന്നു. ഇപ്പം ജില്ല UDID കാർഡിൻ്റെ ഇപ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചത് 1700 ആളുകളുടെ പെൻഡിങ്ങിലാണ്. അപ്പോൾ അവർക്കത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൊണ്ട് പലർക്കും വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതുപോലും അവർക്ക് അറിയില്ല. അപ്പോൾ ഇത് അത്തരം കാര്യങ്ങൾ, അതുപോലെ പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിൻ. അപ്പോൾ ഈ സൗഹൃദ സ്പർശം എന്ന പേരിൽ വടകര പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ അവയർനെസ് നമ്മൾ ആലോചിക്കുന്നത്, ഇതിനെ സംബന്ധിച്ചുള്ളൊരു ഓഡിറ്റ് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഉപകരണ വിതരണങ്ങൾ അതിൻ്റെ തുടർച്ചയുണ്ടാവും, അടുത്ത വർഷങ്ങളിലും ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്നത് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ കിട്ടുന്ന ആളുകൾക്ക് പോലും അവരുടെ വീടുകളിലേക്ക് ഇത്തരം വാഹനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡില്ല. അപ്പോൾ റോഡിൻ്റെ അപേക്ഷ തന്നെ ഭിന്നശേഷി ആളുകളുടെ വഴി വീടുകളിലേക്കുള്ള വഴി നേരാക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയിരിക്കുന്ന അപേക്ഷ തന്നെ 100 കണക്കിനാണ്. അതിപ്പോൾ MP ഫണ്ട് ഒറ്റയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് എല്ലാ വർഷവും പ്രയോറിറ്റി കൊടുത്ത് കുറച്ചാണെങ്കിലും പറ്റാവുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ റെസ്പിരിഡ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റിച്ച് വെട്ടി, ഉള്ളിൽ ആയിരുന്നു സ്റ്റിച്ച്, അത് വെട്ടി. പിന്നെ ഇപ്പം മാസ്ക് ഇടണം, ഇൻഫെക്ഷൻ വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ, അടുപ്പിച്ച ദിവസങ്ങളിലൊക്കെ മാസ്ക് ഇട്ടിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. കുഴപ്പമില്ല. അതിൻ്റെ ശേഷം 2 തവണ പോയിരുന്നു. ഇപ്പോൾ പറഞ്ഞത് ഇൻഫെക്ഷൻ വരാതെ കുറച്ച് ദിവസം നോക്കണം എന്നാണ്. ഇത്രയും ദിവസം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും സജീവമായിട്ട് ഇറങ്ങുകയല്ലേ. പോലീസ് നടപടിയിൽ കൊടുത്ത പരാതികളിൽ എന്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് പാർട്ടിയായിട്ടും UDF നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും തുടർ നടപടികൾ സ്വീകരിക്കും. പോലീസ് നടപടിയൊന്നും എടുക്കുന്ന ഒരു ലക്ഷണത്തിലല്ല. അതിൻ്റെ കാര്യവും കാരണമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളും കൂടെ അടുത്ത ദിവസങ്ങളിൽ പിന്നെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടി UDF നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളുടെ പരാതികളും നീതി ലഭ്യമാക്കാനുള്ള ലീഗലി പൊളിറ്റിക്കലി ഉള്ള ഞങ്ങളുടെ ഫൈറ്റിൻ്റെയും തുടർ കാര്യങ്ങൾ ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചിട്ട് അനൗൺസ് ചെയ്യും. ഒരു ആരോപണവിധേയനായിട്ടുള്ള CI അഭിലാഷ് ഡേവിഡ് അങ്ങേക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഞാൻ അതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇപ്പം ഇന്നലെ മറിച്ചും പറയുന്നതൊക്കെ കേട്ടായിരുന്നു. നിയമ നടപടി ആർക്കെതിരെയാണോ സ്വീകരിക്കേണ്ടത് അവർക്കെതിരെ നിയമ നടപടിയായിട്ട് പോകും. കുറ്റം ചെയ്തവർക്കെതിരെ. ആ റെസ്റ്റ് പീരീഡ് പറഞ്ഞ ഒരു സമയത്ത് മാറി നിൽക്കേണ്ടി വന്നു എന്നല്ലാതെ ഇനിയിപ്പോൾ ഇൻഫെക്ഷൻ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രയും ദിവസം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം മറുപടികൾ കേട്ടിട്ടാണ് ഞാൻ തുടക്കത്തിൽ ആ ചോദ്യം ചോദിച്ചത്. ഇതുപോലെ ഹൃദയം കൊണ്ട് സംസാരിക്കുവാൻ കേക്കച്ചനാകുമോ എന്ന്. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.